നമസ്കാരം. നമുക്കിന്ന് യൂണിബിസ് കമ്പനിയുടെ യൂണിക്കോഡി എന്ന പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഒന്ന് കിടക്കാം. നമ്മളുടെ പ്രീമിയം പ്രോഡക്റ്റുകളിലൊന്നാണ് യൂണിക്കോഡി അഥവാ കോഡിസെപ്സ് സാഷെ എന്ന് പറയുന്നത്. ഇത് എന്തൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങൾ? ഇതെന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്? ഇതിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് ചൈനീസാണ്. അതായത് ചൈനയുടെ ഹെർബ്സിൽ ഒരു 2000 വർഷത്തിലധികമായിട്ട് ചൈനീസ് ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ കോഡിസെപ്സ് എന്ന് പറയുന്നത്. അവരുടെ ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കുന്നതിന് ഇത് നമ്മളുടെ അത്ലറ്റിക് പെർഫോമൻസ് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അത് ഒരു ഏറ്റവും വലിയൊരു, അതായത് കായികമായ ബലം വർദ്ധിപ്പിക്കാനായിട്ട് ഈ കോഡിക്ക് സാധിക്കുന്നുണ്ട്. കാരണം ഇത് നമ്മൾ ഒരു 2 ആഴ്ചയെങ്കിലും ഈ കോഡി നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ നമ്മുടെ ഓക്സിജൻ്റെ അളവ് വർദ്ധിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ലങ്സിന് ഒരു സപ്പോർട്ടീവായിട്ട് പ്രവർത്തിക്കുന്നു. ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഒരു പരിധിവരെ ഒരു ആശ്വാസം കൊടുക്കാൻ കഴിയുന്നതാണ്. ധാരാളം ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഇതിന് കഴിയുന്നുണ്ട്. ഇനി അതുമാത്രമല്ല, ഒരു നല്ലൊരു ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി കൂടിയാണ്. അതായത് അകാല വാർദ്ധക്യത്തെ തടയുന്നതിനും നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്തുന്നതിനും ഈ കോഡിക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നല്ല രീതിയിലുള്ള മെമ്മറി പവർ വർദ്ധിപ്പിക്കുന്നുണ്ട്. ധാരാളം പഠനങ്ങൾ അതിനെക്കുറിച്ചിട്ട് നടന്നിട്ടുണ്ട്. അത് നമ്മുടെ ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ ലെവൽ വർദ്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ശരീരത്തിൻ്റെ അകത്തുണ്ടാകുന്ന പല അസുഖങ്ങളെയും പെട്ടെന്ന് സുഖപ്പെടുത്താനായിട്ട്, ഇപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ, ഇപ്പോൾ മെഡിസിൻ കഴിക്കുകയാണെങ്കിലും അതിന് കുറച്ചുകൂടി സ്പീഡ് കിട്ടാനായിട്ട് യൂണിക്കോഡി സഹായിക്കുന്നുണ്ട്. ഇത് കൂടാതെ സെക്ഷൽ എനർജി വർദ്ധിപ്പിക്കാനും ഈ കോഡിസെപ്സ് സഹായിക്കുന്നുണ്ട്. മാത്രമല്ല, നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന കൊളസ്ട്രോളിൻ്റെ അളവ് വർദ്ധിക്കുന്നു. പലർക്കും കൊളസ്ട്രോളിൻ്റെ അളവ് വർദ്ധിക്കുന്നത് പോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. കൊളസ്ട്രോളിൻ്റെ അളവിനെ കുറയ്ക്കുന്നതിനും ഈ കോഡിസെപ്സിന് സഹായിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ശരീരത്തിലേക്ക് കൊളസ്ട്രോൾ കൂടി, പിന്നെ അതുപോലെ തന്നെ ഇൻഫ്ലമേഷൻ അഥവാ നീർക്കെട്ടൊക്കെ ഉണ്ടായിട്ട്, പ്രത്യേകിച്ച് കാലിലൊക്കെ ഇങ്ങനെ നീര് കെട്ടി വന്നിട്ട് ഒരു റെഡിഷ് കളറൊക്കെ ആയിട്ട് മാറുക, പിന്നെ അത് പെട്ടെന്ന് മാറാതിരിക്കുക, പഴുപ്പുകൾ മാറാതിരിക്കുക, അത്തരമുള്ള ആളുകൾക്കൊക്കെ ഇത് നല്ല രീതിയിലുള്ളൊരു ആശ്വാസം കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. കാരണം ഇതിൽ ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ എഫക്റ്റാണ് അവർക്ക് അത് അത്തരത്തിലുള്ളൊരു ആശ്വാസം ലഭിക്കുന്നത്. ഇനി അതുമാത്രമല്ല, ശരീരത്തിൽ പ്രത്യേകിച്ചും ഈ കോഡിസെപ്സ് നമ്മളുടെ ഹൈപ്പർ ലിപ്പിഡീമിയ എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്. അത് വേറൊന്നുമല്ല, ശരീരത്തിൽ ഒരുപാട് ഫാറ്റ് അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ അത് രക്തത്തിൻ്റെ തിക്നെസ് വർദ്ധിപ്പിക്കും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നതിന് ആ തിക്നെസ് അത് കുറയ്ക്കുന്നതിനായിട്ട് കോഡിസെപ്സിന് സാധിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്യാൻസർ കോശങ്ങൾ പ്രതിരോധിക്കാനായിട്ട് കോഡിസെപ്സിന് സാധിക്കുന്നുണ്ട്. അതായത് പ്രത്യേകിച്ചും ഇതൊരു ആൻറ്റി ട്യൂമർ എഫക്റ്റ് തരുന്നതാണ് ഈ കോഡി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഫാമിലിയിലൊക്കെ ജനറ്റിക്കലായിട്ട് പാരമ്പര്യമായിട്ട് ആർക്കെങ്കിലുമൊക്കെ ഈ ക്യാൻസർ രോഗം ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ അടുത്ത തലമുറയ്ക്ക് അത് വരാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അത്തരം ആളുകൾക്കൊക്കെ കോഡിസെപ്സ് അവർ ഒരു ഇടവിട്ട മാസങ്ങളിലൊക്കെ കഴിക്കുന്നത് അവരുടെ ശരീരത്തിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാനും അതുപോലെ ക്യാൻസർ സെല്ലുകളെ അതിന് വളരാതിരിക്കാനും സഹായിക്കുന്ന ഒന്നാണ് ഈ കോഡിസെപ്സ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, കീമോ കഴിഞ്ഞ ആളുകൾ, അതുപോലെ ഭയങ്കരമായ ക്ഷീണമുള്ള ആളുകൾ, അവർക്കൊക്കെ കോഡിസെപ്സ് വളരെയധികം ഗുണം ചെയ്തിട്ടുള്ളതാണ്, ക്ഷീണം മാറാനൊക്കെ. കോഡിസെപ്സിൻ്റെ പൊട്ടൻഷ്യലാണ് എന്താണ്, നമ്മുടെ ട്യൂമറിൻ്റെ വളർച്ചയെ മന്ദീഭവിപ്പിക്കാനായിട്ട് കോഡിക്ക് കഴിയുന്നുണ്ട്. ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള പഠനങ്ങളൊക്കെ നടത്തിയിട്ടുള്ളതാണ്. ടെസ്റ്റ് ട്യൂബ് സ്റ്റഡീസ് കോഡിസെപ്സിനെ കുറിച്ച് പറയുന്നത് അത് ശരിക്കും വളർച്ച തടയാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് പ്രത്യേകിച്ച് ഹ്യൂമൻ്റെ ക്യാൻസർ സെല്ലുകൾ ഇൻക്ലൂഡിങ് ലങ്സ് ക്യാൻസർ, അതുപോലെ തന്നെ സ്കിൻ ക്യാൻസർ, ലിവർ ക്യാൻസർ, അതുപോലെ തന്നെ മലാശയ ക്യാൻസർ, ഇതിൻ്റെയൊക്കെ വളർച്ചയെ തടയാനായിട്ട് കോഡിസെപ്സിന് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യമുള്ളത്. ഇനി അതുമാത്രമല്ല, കോഡിസെപ്സ് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ തടയുന്നു. പലർക്കും ഉണ്ട്, പല കാരണങ്ങൾ കൊണ്ട് ഈ കാലിന് അല്ലെങ്കിൽ പിന്നെ പറയുക കാൽപാദത്തിൻ്റെ അവിടെ അല്ലെങ്കിൽ ശരീരത്തിലൊക്കെ നീർക്കെട്ട് വരിക, പിന്നെ അത് ചെറിയ ചെറിയ കുരുക്കളായിട്ട് വന്നിട്ട് അത് പൊട്ടിയിട്ട് പഴുക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ളത്, അതുപോലെ കാലങ്ങളായിട്ടുള്ള ഇൻഫ്ലമേഷൻ, നീർക്കെട്ട്, ഇതിനൊക്കെ തടയാനായിട്ട് നമുക്ക് കോഡിസെപ്സ് സഹായിക്കുന്നുണ്ട്. ഇനി അതുകൂടാതെ വാദസംബന്ധമായ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഒക്കെ, വാദം എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള ആളുകൾക്ക് ഈ കോഡിസെപ്സ് വലിയ രീതിയിലുള്ള ആശ്വാസം വാദരോഗികൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ഇതിനുള്ള മറ്റൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിലൊരു പർട്ടിക്കുലർ ആയിട്ടുള്ളൊരു സ്പീഷീസ് കുറിച്ച് പറയുന്നുണ്ട്, സി മിലിട്രീസ് എന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ന്യൂറോ പ്രൊട്ടക്ഷൻ ഇഫക്റ്റ് കൊടുക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അത് ഏറ്റവും കൂടുതൽ
ഇപ്പോൾ അൽഷീമേഴ്സ്, പാർക്കിൻസൺ തുടങ്ങിയ രോഗങ്ങളൊക്കെ നമ്മുടെ ന്യൂറോൺസിന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അതുപോലെ നമ്മുടെ ബ്രെയിൻ സെല്ലുകൾ ചുരുങ്ങിയിട്ടൊക്കെ വരുന്നതാണ്. അപ്പോൾ ഇവിടെ ന്യൂറോ ഇൻഫ്ലമേഷൻ എന്നാണ് പറയുന്നത്. ഒരു ന്യൂറോ ഇൻഫ്ലമേഷൻ തടയുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ബ്രെയിനിന്, സ്പൈനൽ കോഡിന് അതുമായി അസോസിയേറ്റഡ് ആയിട്ടുള്ള ബോഡി പാർട്സിലൊക്കെ വരുന്ന ഡിസീസിന് അതിന് വലിയ രീതിയിലുള്ളൊരു ആശ്വാസം കൊടുക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഇപ്പോൾ പാർക്കിൻസൺ രോഗമൊക്കെ ഇന്ന് ഭയങ്കരമായിട്ട് ഉള്ളതാണ്. നമ്മുടെ രാജ്യം ഏകദേശം 30% പാർക്കിൻസൺ രോഗത്തിൻ്റെയൊക്കെ കണക്കുകൾ പറയുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് പ്രായമായ ആളുകൾക്കൊക്കെ വരാൻ സാധ്യതയുള്ളതും അതുപോലെ നമ്മുടെ നെർവ് സിസ്റ്റത്തിനെയൊക്കെ ഉത്തേജിപ്പിക്കുന്നതാണ് കോർഡിസെപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കോഡി മാത്രമല്ല ഈ ഒരു പ്രോഡക്റ്റിൽ കോർഡിസെപ്സിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കോഡി മാത്രമല്ല. കോഡി അതിലൊരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആണെങ്കിൽ അതുകൂടാതെ ശതാവരി ഇതിലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. പിന്നെ വിധാരിക് എന്ന് പറയുന്ന മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, ഒരു ഘടകമുണ്ട്. സഫേദ് മുസ്ലി, അതുപോലെ കാവുച്ച ബീജ് അതായത് നായ്ക്കുറണ പരിപ്പ് അതിൽ വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഭലാടക, അതുപോലെ വർദ്ധഹര, സഫ്രോൺ എന്ന് പറയുന്നത് കുങ്കുമാണ്. ഇതൊക്കെയാണ് ഇതിലെ പ്രധാന ഇൻഗ്രീഡിയൻ്റ്. ഇത് വളരെ നല്ലൊരു സപ്ലിമെൻ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇത് സ്ത്രീക്കും പുരുഷനും ആർക്ക് വേണമെങ്കിലും ഇത് കഴിക്കാനായിട്ട് സാധിക്കും. ഒന്നുകിൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ ആൾട്ടർനേറ്റ് ഡേയ്സിൽ ഒരു സാഷെ, അതായത് 1 ഗ്രാമിൻ്റെ ഒരു സാഷെ വെച്ചിട്ട് 1 ടൈം ഉപയോഗിച്ചാൽ മതി. അല്ലാത്ത ആളുകളാണെങ്കിൽ ഡെയിലി ഒരു സാഷെ വീതം അത് ഉപയോഗിച്ചാൽ മതി. ഇത് വളരെ എഫക്റ്റീവാണ്. നമുക്ക് ഒരുപാട് ടെസ്റ്റിമണീസ് ഉള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ കോർഡിസെപ്സ്. ഇനി നമുക്ക് മറ്റൊരു പ്രൊഡക്റ്റിൻ്റെ ഒരു ഡീറ്റെയിൽസ് ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.